ഡാൻസാ നീ ആപ്പിളും മറ്റേ മൈക്രോസോഫ്റ്റ് കൂടി എഴുതിക്കോ. എന്തായാലും കിട്ടാൻ സാധ്യതയില്ലാത്ത എല്ലാ ബ്രാൻഡുകളും നീ എഴുതി വെച്ചിട്ടുണ്ട്. എടാ നമ്മുടെ മാർക്കറ്റിംഗ് ശരിയല്ല, അതാണ് നമ്മുടെ വിഷയമല്ല, പരാജയം. അതാണ് നമ്മുടെ പരാജയം. പിന്നെ നെഗറ്റീവ്. ആ ദൈവന് പരാജയം. സുഖല്ലേ? എന്താ സുഖം വേണ? എന്തോ മാത്രം കാര്യങ്ങളെ ആൾക്കാരെ അന്വേഷിക്കണേ. സുഖം വേണം, സുഖം ഉണ്ടോ, സുഖല്ലേ? ആ ചേട്ടാ 2 ആഴ്ചയായിട്ട് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഞാൻ ധ്യാനത്തിന് പോയിരിക്കായിരുന്നു. എവിടെ? ഇവിടെ പോട്ടയിലല്ല, അട്ടപ്പാടിയില്. അതിന് ജോസന്റെ കുടിയും വലിയൊന്നല്ല. ഞാൻ പോയത് അതിനൊന്നുമല്ല, എന്റെ അമ്മയുടെ മനസ്സ് മാറ്റാൻ. എന്തിന്? പുഴയ്ക്കപ്പാടത്തെ സ്ഥലം എന്റെ പേരിൽ എഴുതി തരാൻ 5 പെങ്ങന്മാര് നിക്കല്ല, അവരത് കൊണ്ടുപോകും. ദേ പിന്നെ വന്ന കാര്യം ഞാൻ പറയാം. ഞാൻ ശശിനെ കണ്ടു, ഇടിക്കുള ഏജൻസിയിലെ ശശി. അവർക്ക് വന്നൊരു വർക്കാണ്, മീറ്റിംഗ് അറേഞ്ച് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. സീകാട് കൊച്ചിലോനയാണ് പാർട്ടി. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഈ പറയണ കൊച്ചിലോനയ്ക്ക് എന്റെ പെങ്ങളുടെ മോളിൽ ലിൻഡേന ആലോചിച്ചതാ. ഇവന് ഈ വീടുകൾ തോറും സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കണതല്ലേ ജോലി. അന്ന് അവന് കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ അഭിമാനം സമ്മതിച്ചില്ല. എന്തിന് പറയണു? ഇപ്പൊ സീകാട് എവിടെ കിടക്കണു, ലിൻഡ എവിടെ കിടക്കണു? ലിൻഡ ഇപ്പൊ എവിടെ കിടക്കണേ? നീ നിന്റെ കാര്യം നോക്ക്. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ശാപ. ആ കൊച്ചിലോനയുടെ പ്രൊഡക്റ്റ് എന്താ? അവൻ എന്തോ ഇലക്ട്രോണിക്സാ പഠിച്ചത്. കരണ്ടിന്റെ എന്തോ കുന്ത്രാണ്ട് ഉണ്ടാക്കി ബിസിനസ് തുടങ്ങാൻ അവന്റെ അപ്പനോട് 50,000 രൂപ ചോദിച്ചു. അന്ന് 50,000 എന്ന് പറഞ്ഞ വലിയ തുകയാ. മൂപ്പര് പുറയിലെ പറമ്പ വിറ്റു. ഇപ്പൊ എന്തായി? 50,000 എന്നുള്ളത് 50,000 കോടിയായി. ആ പുഴയ്ക്കപ്പാടത്തെ 10 സെന്റ് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആ തള്ളക്ക് എനിക്ക് തന്നൂടെ? ഇത് പാമ്പ് ചാവൂല, കോലോടിയൂല്ല. പാമ്പ് ചാവാത്? അത് നീ നിന്റെ അപ്പനോട് പോയി ചോദിക്കും. ക്ഷമയ്ക്കൊരു അതിരുണ്ട് കേട്ടോ. ഇയാളെ അട്ടപ്പാടി അല്ല, റൂമിൽ പോയാലും നന്നാവില്ല. ഫ്രാൻസേ, അപ്പന് നീ ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോ ഞാനപ്പോ ജയിക്കോ? ജയിക്കുക തോൽക്കുന്നുള്ളത് നമ്മള് ആലോചിക്കേണ്ട ആവശ്യമുണ്ടാ. നമ്മളങ്ങ് കളിക്കുക. നമ്മുടെ ജീവിതത്തില് ജയിക്കാൻ ഒരു 4 റൂൾസ് ഉണ്ട്. ആദ്യത്തെ റൂൾ എന്താണെന്നറിയോ? ഇല്ല. സെറ്റ് ഗോൾ. ഗോൾ അടിക്കണം. ഞാൻ ആരില്ല പറഞ്ഞു. നമുക്ക് കൃത്യമായിട്ട് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവണം. ചെറിയ ലക്ഷ്യം ഒന്നല്ല, വലിയ ലക്ഷ്യം ഉണ്ടാവണം. എന്നാലും പിന്നെ നമ്മളെ വല്ലതൊക്കെ ആവുള്ളൂ. ഈ ചീട്ട് കളിക്കൊന്നും വേൾഡ് കപ്പ് ഇല്ല കേട്ടാ. അപ്പൊ വെറുതെ കളിച്ച് നീ സമയം കളയണ്ട, എടുത്ത് വെച്ചവിടെ. സൂപ്പർമാൻ ഉണ്ടല്ലോ. നന്നായി കളിക്കട്ടാ, പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഹലോ, ആ ജോബ പറടാ. നീ ആ പ്രസന്റേഷൻ കൊടുത്താൽ മതി. ഞാൻ എൻ്റെ കോച്ചിങ് ആയിട്ട് ഓഫീസിലേക്ക് വരാം. തലയൊന്ന് മുട്ടിയതാ. പുരുക്കത്തിലാണ് മുറിവ്, അതാണ് ബ്ലീഡിങ്. നോർമൽ മുറിവാണ്. ഞാനും പറഞ്ഞോ? ഈ സ്റ്റിച്ച് ഇടാൻ വേണ്ടിട്ട് എവിടെ കാണിക്കണ്ടേ? എന്താ പറ്റിയേ? ഒന്ന് വീണതാ. നന്നായി മുറിഞ്ഞിട്ടുണ്ടല്ലോ. വരൂ, പുറത്ത് നിന്നോളൂ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. സർ, ബില്ല് ഇവിടെ അടയ്ക്കാം. ബില്ല് എത്ര അടക്കണ്ട വരും? നോർമൽ സ്റ്റിച്ച് ഉണ്ട്, അതാവുമ്പോ പാടുണ്ടാവും. പിന്നെ പാടില്ലാത്തോണ്ട് സർജിക്കൽ. ഏതാ വേണ്ടേ? അതിനെത്രയാവാ?
നോർമലായിട്ടുള്ള സ്റ്റിച്ച് ആകുമ്പോൾ 450 രൂപയായിരിക്കും. പാടില്ലാത്തതാകുമ്പോൾ റേറ്റ് കൂടും, 6000 ആവും. ഏതാ ചെയ്യണ്ടേ? 6000 ആവൂല്ലേ? എന്താടാ ഒരു പ്രശ്നമുണ്ട്. എന്താ കാര്യം? കുറച്ച് വെള്ളം നന്നായി. ഫ്രാൻസിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റാ? എന്ത് പറ്റിയത്? മറ്റേ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുമ്പോ അവനൊന്നും വീണട്ടെ ഒരു 3 സ്റ്റിച്ച് ഉണ്ട് തലയില്. 3 എൻ്റെ പൈസ ഇല്ല. എത്ര രൂപ? എടാ ഒരു 6000 രൂപയാവും. എത്ര? 6000. 6000? വാ. എടാ നിനക്കറിയാലോ. എത്ര സിസ്റ്റർ? 6000. ഓ, കാർഡ് എടുക്കുമോ? എടുക്കുമോ? യെസ്. ഈ സ്റ്റിച്ചറിന്റെ പേരിൽ കളി നടത്തേണ്ട ആവശ്യമില്ല. അത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഈ ഉത്സാഹം എന്താ നിങ്ങൾ അവന്റെ പഠിത്തത്തിന്റെ കാര്യത്തിൽ കാണിക്കാത്തെ? ഇപ്പോഴേ നന്നായി പിടിച്ചാലേ അവന്റെ ലാംഗ്വേജ് ശരിയാവുള്ളൂ. പിന്നെ ഇപ്പൊ റാങ്ക് വാങ്ങിക്കാൻ പോലെ. എടി ഈ പ്രായത്തിൽ അവന് ഏറ്റവും കൂടുതൽ ആവശ്യം കുറച്ച് ഫ്രണ്ട്സും കുറച്ച് സോഷ്യൽ സ്കില്ല, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ എന്ത് പറഞ്ഞാലും എന്തിനാ മുടക്കം പറയുന്നേ? അപ്പ എന്താ? ഞാനൊരു സയന്റിസ്റ്റ് ആവും. എന്നിട്ട് വേണം ജയിലിൽ പോകാൻ, ഈ ചാര കേസിലൊക്കെ കുടുങ്ങിയിട്ട്. ജീവിതത്തിൽ വിജയിക്കാനുള്ള രണ്ടാമത്തെ റോള് ഞാൻ ഇപ്പോൾ പറയാം. നെഗ്ലക്ട് നേസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് അടിക്കുന്നവരെ ഒഴിവാക്കുക. എന്താ അപ്പ നെഗറ്റീവ് അടിക്കണമെന്ന് പറഞ്ഞ? നിന്റെ അടുത്ത് അപ്പം പറഞ്ഞില്ലേ നീ സയന്റിസ്റ്റ് ആവണമെന്ന് പറഞ്ഞപ്പോൾ ജയിലിൽ പോകുന്നു. അതന്നെ. ഹലോ, എങ്ങനെയുണ്ട്? 3 സ്റ്റിച്ചുകളോ? സാധാരണ പ്ലേസിലുള്ള ഇഞ്ചുറിയാ? റെസ്റ്റ് എടുത്തോട്ടെ കേട്ടോ. മറ്റന്നാ കളിക്കാൻ കയറും. ഹലോ ഹലോ, ആൻസൺ അല്ലേ? താനെന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പറഞ്ഞു. എന്താ സാറേ? തൻ്റെ അപ്പനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താ പറ്റി? താണെന്ന് വാടോ, വന്നിട്ട് പറയാം. ഹലോ. അപ്പനെ അവിടുത്തെ? ശരി. കൊടുക്കാം. വെയിറ്റ്. അപ്പം ബാത്റൂമിലാന്നാ തോന്നുന്നേ. ബാത്റൂമില്ല. പൂരപ്പറമ്പിലേ കാശ് വെച്ചുള്ള ചീട്ടിലായിരുന്നു തൻ്റെ അപ്പൻ. എത്ര വർഷം വിളിക്കണം തൻ്റെ ഫോണിൽ? തൻ്റെ അപ്പം തന്നെയല്ലേ ഇത്? അതെ. ഈ കാശ് വെച്ചുള്ള ചീട്ടുകൾ എത്ര നല്ലതല്ല. ഇത് ലാസ്റ്റ് പണിയാണ്. ഇപ്പം തൽക്കാലം പെറ്റിയിടച്ച് ഇതിൽ ഒപ്പിട്ട് പോയിക്കോ. ഇനി ഇത് ആവർത്തിക്കരുത്. ശരി സാർ. അപ്പനെന്താ ഒറ്റയ്ക്കാണോ ഇരുന്ന് കളിച്ചു കേട്ടോ? ബാക്കി എല്ലാവരും ഓടിപ്പോയി, ഞാൻ ഓടിയിട്ടെത്തില്ല. പള്ളിക്കെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കാണിച്ചിട്ടുണ്ട്.